കർക്കിടക മാസം തുടങ്ങിയാൽ പലരും ആദ്യം അന്വേഷിക്കുന്നത് കർക്കിടക ലേഹ്യമാണ്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിക്കഴിക്കുന്ന ഈ കർക്കിടക ലേഹ്യം എത്രത്തോളം വില്ലനാണെന്ന് നിങ്ങൾക്കറിയോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി ശ്രീധരൻ, രക്ഷായുർവേദ ക്ലിനിക് എന്നൂർ. കർക്കിടക മാസമാണല്ലോ എന്ന് കരുതി എല്ലാവർക്കും ഒരേപോലെ ലേഹ്യം കഴിക്കാൻ പാടില്ല. ആയുർവേദത്തില് ലേഹ്യം ഒരു ഔഷധമാണ്. ഓരോ വ്യക്തിയുടെയും പ്രകൃതി, ദഹനബലം, ദേഹസ്ഥിതി, നിലവിലുള്ള ആരോഗ്യസ്ഥിതി എന്നിവ വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് ഔഷധം നിർദ്ദേശിക്കുന്നത്. അതായത് ദഹനശക്തി കുറവുള്ള ഒരാൾ അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉള്ള ഒരാൾ സ്വയം ഇഷ്ടപ്രകാരം ലേഹ്യം വാങ്ങിക്കഴിച്ചാൽ ആമ എന്ന അവസ്ഥ രൂപപ്പെടുന്നു. ആമ എന്നത് ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള, അതായത് ദഹിക്കാത്ത ഭക്ഷണം ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വയറുവേദന, വയർവീക്കം, വയറിന് ഭാരം, അതുപോലെ തന്നെ മലബന്ധം, വിശപ്പില്ലായ്മ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിക്കുന്ന ലേഹ്യം തന്നെ ചിലപ്പോൾ അസ്വസ്ഥതയ്ക്ക് കാരണമാവാം. മനസ്സിലാക്കുക, കർക്കിടക ലേഹ്യം ഒരു ഹെൽത്ത് ടോണിക് അല്ല, അത് ഒരു ഔഷധമാണ്. എല്ലാവർക്കും ഒരേ ലേഹ്യമോ ഒരേ അളവോ അനുയോജ്യമല്ല. ഈ കർക്കിടകത്തിൽ സോഷ്യൽ മീഡിയയിലെയോ മറ്റുള്ളവരുടെയോ അഭിപ്രായം നോക്കി സ്വയം ഔഷധം കഴിക്കാതെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ലേഹ്യം തിരഞ്ഞെടുക്കാം. ആരോഗ്യം അറിവോടെയാണ് സംരക്ഷിക്കേണ്ടത്. താങ്ക് യു.